മാസങ്ങൾ പലത് കഴിഞ്ഞു. ഏതാണ്ട് 90 ദിവസത്തിന് മുകളിലായി. കൊല്ലം പുനലൂരിൽ റബ്ബർ തോട്ടത്തിൽ മധ്യവയസ്കനെ ചങ്ങലയിൽ ബന്ധിച്ച പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം വഴിമുട്ടി. കൊല്ലപ്പെട്ടയാളെയോ കൊലപാതകിയോ ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയിട്ടും അന്വേഷണത്തിൽ യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല. പുനലൂരിലെ കൊലയാളിയാര്? ക്രൈം ഫയൽ ഇൻവെസ്റ്റിഗേഷൻ. മാസങ്ങൾക്ക് മുമ്പ് കൊല്ലം പുനലൂരിൽ ഒരു കൊലപാതകം നടക്കുന്നു. നിഷ്ഠൂരമായ കൊലപാതകം. ഒരു കാലിന് സ്വാധീനം കുറഞ്ഞ ഒരു വ്യക്തിയെ റബ്ബർ പുരയിടത്തിൽ റബ്ബറിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തുന്നതാണ്. ആ മരിച്ച വ്യക്തി ആരാണ് എന്ന് പോലും ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഒരു മധ്യവയസ്കനായാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. കൊലപാതകം എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ആ മൃതദേഹം കണ്ടെത്തിയത് ഈ കുന്നിന് മുകളിലാണ്. അവിടേക്ക് ഒന്ന് സഞ്ചരിക്കാം. തീർത്തും വിജനമായ പ്രദേശം, കുത്തനെ കയറ്റമുള്ള വലിയ കുന്നാണ്. അതിലൂടെ ഒരാളെ എങ്ങനെ രാത്രിയിൽ ഇവിടേക്ക് എത്തിക്കാൻ സാധിക്കും? ഒരാൾ മാത്രമായിരിക്കും ഒരു കൊലപാതകത്തിന് പിന്നിൽ. അങ്ങനെയൊക്കെയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. രാവിലെ മുള പറിക്കാൻ വന്നു. മുള വന്നപ്പോഴത്തേക്കും ഇങ്ങനെ വന്നപ്പോൾ ബോഡി കണ്ടു. അവിടെ വേറെ ആരും അറിയിച്ചു, പോലീസ് അറിയിച്ചു വന്നു. ഒരു 8-8:30. ഈ സ്ഥലത്ത് വെച്ചാണ് ആ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയത്. ചങ്ങലയാൽ ബന്ധിച്ച് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ആ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു ബാഗ് അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചിരുന്നു. ഈ മരത്തിലായിരുന്നു ആ മനുഷ്യനെ ചങ്ങലയിൽ ബന്ധിച്ചിരുന്നത്. പക്ഷേ ഇതുവരെ കൊന്നതാരാണ്, മരിച്ചതാരാണ് എന്ന് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. പുനലൂരിലെ മുൻ എസ്എച്ച്ഒയായിരുന്ന രാജേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചു. സംസ്ഥാനത്തിന് പുറത്തൊക്കെ തന്നെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തിയത്. പല സ്ഥലങ്ങളിൽ പോയി ഈ മരിച്ചയാളെയും കൊലപ്പെടുത്തിയയാളെയും കണ്ടെത്താൻ വേണ്ടി ഒരു അന്വേഷണം നടത്തി. പക്ഷേ യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല. ലക്ഷക്കണക്കിന് ഫോൺ കോളുകളാണ് പരിശോധിച്ചത്. ഇതുവഴി പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ഫോണിൽ ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇവർ ഇവിടേക്ക് എത്തിയടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. പക്ഷേ ആ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കത്തിൽ ഉള്ള അന്വേഷണം. കാലിന് സ്വാധീനക്കുറവുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ച് അവരെ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തി. പക്ഷേ യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചില്ല. നിലവിൽ ഇപ്പോൾ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഒരു ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ആരാണ് എന്ന് പോലും ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. പുനലൂർ പോലീസിനെ, കൊല്ലം റൂറൽ പോലീസിനെ വലിയ രീതിയിൽ കുഴയ്ക്കുന്ന ഒരു കേസായി ഈ പുനലൂരിലെ ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകം മാറുകയാണ്. മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണം എങ്ങും എത്താത്തൊരവസ്ഥയാണ്. ഇപ്പോഴും അന്വേഷണ സംഘം ഈ പ്രതിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. മാത്രമല്ല മരിച്ചതാരാണ് എന്ന് കണ്ടെത്താൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അന്വേഷണം നടത്തുകയാണ്. എന്തായാലും ഈ കേസ് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. വിജനമായി ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് ഒരു വ്യക്തിയെ ക്രൂരമായി കൊലപ്പെടുത്തിയതും നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള കൊലപാതകം നടത്തിയ ആ പ്രതിയെ കണ്ടെത്തുക തന്നെ വേണം. കേരള പോലീസ് അതിൻ്റെ പ്രകടനയാണ്. ഷാനാസ് പരിതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.